90-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവം ആകുന്നു. 90-ാം സങ്കീർത്തനം മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. മോശ തൻ്റെ മരുഭൂമിയിലെ അനുഭവങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ പങ്കുവെക്കുന്നു. മരുഭൂമിയിൽ മരിച്ച തലമുറയുടെ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനമെന്നും പറയാറുണ്ട്. ഈ സങ്കീർത്തനം പിന്നിട്ട വഴികളിലെ ദൈവിക കരുതലിൻ്റെ സാക്ഷ്യവും പിന്നിടേണ്ട വഴികളിൽ അറിഞ്ഞിരിക്കേണ്ടവയെപ്പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. എന്താണ് ഈ സങ്കീർത്തനം പങ്കുവെക്കുന്ന സാക്ഷ്യം? തലമുറ തലമുറയായി ദൈവം ഞങ്ങളുടെ സങ്കേതം എന്നുള്ളതായിരുന്നു അവരുടെ സാക്ഷ്യം. Lord, you have been our dwelling place in all generations. പിതാക്കന്മാരുടെ മരുഭൂപ്രയാണത്തിൽ അനേക പ്രതിസന്ധികൾ നേരിട്ടു. കഠിനമേറിയ ജീവിത യാത്ര, ചുട്ടുപൊള്ളുന്ന ജീവിത അനുഭവങ്ങൾ. ഈ യാത്രയിൽ അവരുടെ പ്രതീക്ഷ, പ്രത്യാശ, തണലായിത്തീർന്നത്, അഭയമായിത്തീർന്നത് ദൈവം മാത്രമാണ്. സങ്കടങ്ങൾ മാത്രമുണ്ടായിരുന്ന ആ യാത്രയിൽ അവരുടെ സങ്കേതം ദൈവമായിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണുമായി തങ്ങളോടൊപ്പം സഞ്ചരിച്ച ചുട്ടുപൊള്ളുന്ന ജീവിത അനുഭവങ്ങളിലും അഭയമായിരുന്ന ദൈവത്തെ അവർ പ്രഘോഷിക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളിൽ സങ്കേതം ദൈവമായിരുന്നു. പിന്നീട് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ നശ്വരതയെപ്പറ്റിയാണ്. പിന്നിടേണ്ട ദൂരം എത്രയുണ്ട് എന്നുള്ളതല്ല. ലൈഫ് ഈസ് മോർ പ്രഷ്യസ് ദാൻ ടൈം. നേരത്തിനൊപ്പം വിലയുള്ളതാണ് നമ്മുടെ ഓരോ ജീവിതവും. ആയുസ്സിൻ്റെ ദൈർഘ്യമല്ല, അർത്ഥമാണ് പ്രധാനം. വയലിലെ പൂ പോലെ കൊഴിയുമെന്ന് ഉറപ്പുണ്ടായിട്ടും പൂവിടുന്നത് പോലെ ആയിരിക്കുന്ന ഇടങ്ങൾക്ക് സൗന്ദര്യം പകരുന്നതാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നതെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. പിന്നിട്ട വഴികളിൽ അനുഭവിച്ച ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് പൂർവ്വപിതാക്കന്മാരുടെ ചുട്ടുപൊള്ളുന്ന ജീവിതാനുഭവങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്ന, തലമുറ തലമുറയായി വഴി നടത്തിയ ദൈവത്തിൽ നമുക്കും ആശ്രയം വെക്കാം. എൻ്റെ മാതാപിതാക്കളുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാനും, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ സങ്കേതം എൻ്റെ ദൈവം മാത്രമെന്ന് പ്രഘോഷിക്കുവാനും, ജീവിതം ക്രിസ്തുവിനു വേണ്ടി ഫലകരമായി ജീവിച്ച് ആയിരിക്കുന്ന ഇടങ്ങൾക്ക് സൗന്ദര്യം പകർന്നുകൊണ്ട് ദൈവത്തോടൊപ്പം തുടർ യാത്ര ചെയ്യുവാൻ തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ.